ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് സ്റ്റാർ പുളിച്ചിക്കയാണ്. ഇവിടെ എങ്ങനെയാണ് പറയണത്, അവിടെ എന്നാണെന്ന് പറയണേന്ന് അറിയാൻ വയ്യ. ഇതിനെ നാലായിട്ട് മുറിച്ച് നമ്മളിത് ഒഴിക്കാനുണ്ടാക്കാനാണ്. മുറിച്ചു ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. ഈ ഇങ്ങനെയുള്ള സ്ഥലം ഒന്ന് വൃത്തിയാക്കണം. എന്നിട്ട് ഇതിങ്ങനെ മുറിക്കണം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കണത് കേട്ടോ, പെട്ടെന്ന് എളുപ്പത്തിന് അറിയിക്കാം. നിങ്ങൾക്കറിയാന്നുള്ള പേര് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത് കുറച്ച് ചെറിയ ഉള്ളി വേണം. ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കണേ. കുറച്ച് ചെറിയ ഉള്ളി കണ്ടോ, ഇത്രയും ചെറിയ ഉള്ളി അതിനകത്ത് ഇട്ട് കൊടുക്കണം. കുറച്ച് പച്ചമുളക് മുറിച്ചിടണം. ഇങ്ങനെ എരി നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോണം കേട്ടോ. ഞങ്ങൾക്ക് ഇച്ചിരി എരി കൂടുതൽ വേണം, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി പച്ചമുളക് കൂടുതൽ ഇടണേ. ഇനി ഒരു ചെറിയൊരു പുളി വേണം. ഇതിന് ഇച്ചിരി മധുരമുള്ള സാധനമാണ്. പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിടണം. ഇനി ഇതിന് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം. ഒരു അരക്കപ്പ് കൂടെ ഒഴിക്കണം. അരക്കപ്പ് കൂടെ ഗ്യാസ് കത്തിക്കാൻ പോണേ. ഒരു നുള്ളു പൊടി കേട്ടോ. ഇനി ഒരു 3 പീസിൽ വരെ അവിടെ ഇരുന്നോട്ടെ. ശരി കൂട്ടുകാരെ, ഇനി അടുത്ത് പച്ചമുളക്. ഞാൻ അതിനകത്ത് കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് കൂടെ ഞാൻ ചേർക്കുന്നു. ഇനി കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി എന്ന് പറയും, വെള്ളുള്ളി എന്ന് പറയും. ഇനി അവിടെ എന്നാ പേരാന്നറിയാൻ വയ്യ. കൂട്ടുകാരെന്താന്ന് വെച്ചാൽ കമൻറ്റ് ഇടും. ഇതാണ് 4 വെള്ളുള്ളി. ഇനി അടുത്ത് എന്നാന്നറിയാമോ, മെയിനായിട്ട് തേങ്ങ. തേങ്ങ ഈ കുഞ്ഞായിട്ട് ഒരു 3 പിടി തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ജീരകം ഇത്ര ഇടണമല്ലേ. നമ്മൾ അധികം ജീരകം ഉപയോഗിക്കില്ല. ഇനി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. ഹായ് കൂട്ടുകാരെ, അരച്ചെടുത്തിട്ടുണ്ട്. കുക്കർ 3 പീസിലായിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത അതിൻ്റെ കാര്യങ്ങൾ ഈ എയർ പോയിട്ട് ബാക്കി ഞാൻ വീഡിയോ പറയാം. നമ്മളെ കൂട്ട് ചേർക്കണ്ടേ. എല്ലാം വെന്തു നല്ല പാകമായി. ഇതെന്നാ എന്നറിയാമല്ലോ, സ്റ്റാർ പുളി. ഇതിന് ഇച്ചിരി പുളിയോ തൈരോ അങ്ങനെയെല്ലാം ചേർക്കണം. പക്ഷെ ഞാൻ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് എന്നാ ഇതെന്നറിയാവോ, ഒരു ടൊമാറ്റോ ഇട്ടു. അപ്പോൾ അതിന് പുളി ഇട്ടു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ. കുറച്ച് കഴുകി ഒഴിച്ച് ഇനി ഒന്ന് ചൂടാക്കണം. ചെറിയൊരു ഉള്ളി ഞാൻ കടുക് വറുക്കാൻ വേണ്ടി അരിയണാണേ. കടുക് പൊട്ടിക്കാൻ പോണേ. ഞാൻ ഉണക്കമുളകൊന്നും എടുത്തിട്ടില്ല. ഞാൻ സാധാ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. ഞാൻ കുറേ മോഡലൊന്നും കാണിക്കണില്ല. ഞാൻ നമ്മളെ വീട്ടിലുള്ള ഒരു വീഡിയോ ആണ് എടുത്തിരുന്നത്. ചുവന്ന് വന്നിട്ടുണ്ട്. വേപ്പില, പിന്നെ
ഒരു ചെറിയ ഭംഗിക്ക് ഇച്ചിരി മുളക് പൊടി ചേർക്കാവേ. ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയാണ്. അതൊന്ന് ചുമന്നിങ്ങനെ നെയ്യ് എണ്ണ പൊങ്ങി കിടക്കുമ്പോൾ അതൊരു ഭംഗിയല്ലേ. ഒന്ന് ഇത് ഓഫ് ചെയ്യുവാണേ. ഓഫ് ചെയ്തിട്ടിടുവാണേ. ഇച്ചിരി പൊടി, അതൊരു ചുമ്മാ ഒരു രസത്തിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. അത് ഞാൻ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടതാണ്. ഞാൻ ഇവിടെയും ചിലപ്പോൾ അങ്ങനെ ചേർക്കാറുണ്ട്. കാരണം ഞങ്ങളെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ഭംഗി വരാൻ വേണ്ടിയാ. ഇതേ കണ്ട, അത് ഇങ്ങനെ പൊങ്ങി കിടന്നപ്പോൾ ഒരു ഭംഗിയില്ലേ, അതിന് വേണ്ടിയിട്ടാണേ. കണ്ടോ, ആ കറി ഓക്കെ ആയി. ഇതേണ്ടേ കണ്ട, കഷ്ണങ്ങളൊക്കെ കണ്ടോ, ഇങ്ങനെ റെഡിയായി. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കൂ. ഹായ് കൂട്ടുകാരെ. പിന്നെ ഇത് വലിയ സംഭവങ്ങളൊന്നുമല്ല. ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് കറിയാണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. ഞാൻ ഉള്ളത് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കണതാണ്. പക്ഷേ അത് ഹസ്ബൻഡും കൂട്ടുകാരൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നു. ഞാൻ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ഇല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിലായിരിക്കും ഞാൻ ഉണ്ടാക്കണം. അത് കൊള്ളായിരിക്കും. അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും ഉണ്ടാക്കിയെന്നൊന്നും നിങ്ങൾ ആയിരിക്കില്ല. ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഹലോ. പിന്നെ ഞാനേ ഇനി ഇതേപോലത്തെ വീഡിയോകൾ ചെയ്യും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കാണണം. നിങ്ങൾക്ക് ഇഷ്ടം ഇനിയും ഇതിന് നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇടും. ഇതേപോലെയുള്ള വീഡിയോകൾ ഇടും. നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കണേണ്. എനിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്, എൻ്റെ കുറവുകൾ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയും അടുത്ത വീഡിയോകൾ ചെയ്യും. പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. നിങ്ങൾ ആ കുഴപ്പങ്ങളെല്ലാം നിങ്ങളൊന്ന് കമൻറ്റിൽ കൂടെ പറയൂ. ഞാൻ ശ്രദ്ധിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ.